Good afternoon. ഇന്ന് ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ നമ്മളുടെ ചാപ്റ്റർ ഫസ്റ്റ് എയ്ഡ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനിലെ 6th ചാപ്റ്റർ ആയ ഫസ്റ്റ് എയ്ഡ് ആണ്. എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഇമ്മീഡിയറ്റ് കെയർ ഓർ ട്രീറ്റ്മെന്റ് given to a person who is injured or suddenly becomes ill before medical help arrives. നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഫസ്റ്റ് എയ്ഡ് എന്നൊക്കെ അല്ലെ. ആദ്യമായിട്ട് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇത്. ഈ ട്രീറ്റ്മെന്റ് കൊടുത്തു എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇവരെ ഡോക്ടറിന്റെ അടുത്ത് എത്തിക്കാതിരിക്കരുത്. ബിക്കോസ് ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ബേസിക് ഓർ ഫസ്റ്റ് ട്രീറ്റ്മെന്റ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് എയ്ഡ്, 6th ചാപ്റ്റർ, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷന്റെ 6th ചാപ്റ്റർ ആയ ഫസ്റ്റ് എയ്ഡ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ. എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സപ്പോർട്ടാണ്. ആർക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്? ഇഞ്ചേർഡ്, പെട്ടെന്ന് ഇഞ്ചുറി ഒക്കെ വന്നിട്ടുള്ളതോ അതല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും വയ്യായിക വരികയോ ഒക്കെ ചെയ്യുന്നവർക്ക് മെഡിക്കൽ ഹെൽപ്പ് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്നതാണ്. ഫസ്റ്റ് എയ്ഡ് ഈസ് നോട്ട് എ പ്രോപ്പർ ട്രീറ്റ്മെന്റ്. അതെന്താ, അതൊരിക്കലും ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് അല്ല. പക്ഷെ നമ്മൾ ആ അന്നേരത്തെ ഒരു ലൈഫ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ മാത്രമാണ്. അതിനുശേഷം നമ്മൾ അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ലൈഫ് സേവിങ് മാത്രമാണ്, ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ അത് നമുക്കൊരു വേഴ്സണിങ് സിറ്റുവേഷനിലേക്ക് പോകാതെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റിക്കവറിക്ക് നമ്മൾ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഫസ്റ്റ് എയ്ഡിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? 3 P's ആണ് പറയുന്നത്. പ്രിസർവ് ലൈഫ്, പ്രിവെന്റ് ഫർദർ ഇഞ്ചുറി, പ്രൊമോട്ട് റിക്കവറി. ഈ 3 കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ് ഓഫ് ഫസ്റ്റ് എയ്ഡ് എന്ന് നമ്മൾ പറയുന്നത്. എന്തായിരിക്കും ഒരു ഫസ്റ്റ് എയ്ഡറുടെ ക്വാളിറ്റീസ്? എന്തെല്ലാം ഗുണങ്ങളാണ് അയാൾക്ക് ഉണ്ടായിരിക്കേണ്ടത്? കാം ആൻഡ് കോൺഫിഡന്റ് ആയിരിക്കണം. എപ്പോഴും നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇപ്പൊ CPR ഒക്കെയാണ് ഒരാൾക്ക് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ നമ്മൾ നെർവസ് ആണെങ്കിൽ ആ സിറ്റുവേഷൻ ഒന്നും കൂടി വേഴ്സ് ആക്കും. ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം, ഈ ചെയ്യാൻ പോകുന്ന ആൾക്ക് ഒക്കെ അറിയാം. പക്ഷെ നമ്മൾ ഒരു പരിഭ്രാന്തി കാണിക്കുകയോ അല്ലെങ്കിൽ ആ ആളെ ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതെങ്കിൽ ആ സിറ്റുവേഷൻ കുറച്ചും കൂടി വേഴ്സൺ ആകും. അതുകൊണ്ട് കാം ആൻഡ് കോൺഫിഡന്റ് ആയിരിക്കണം. ക്വിക്ക് ആൻഡ് ഒബ്സർവന്റ്, നമ്മൾ പെട്ടെന്ന് ചെയ്യണം. ആലോചിച്ച് നിൽക്കാൻ നമുക്ക് ചിലപ്പോൾ സമയം കിട്ടില്ല. അപ്പൊ പെട്ടെന്ന് കൊടുക്കണം, ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു ആക്ഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുകയും സിറ്റുവേഷൻ ഒന്ന് അനലൈസ് ചെയ്യുകയും ചെയ്യണം. കമ്പാഷനേറ്റ് ആൻഡ് റീഅഷ്യൂറിംഗ്, നോളജിബിൾ ഇൻ ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സ്, റെസ്പോൺസിബിൾ ആൻഡ് അലേർട്ട്. നമ്മളെ കുറച്ച് നല്ല ഉത്തരവാദിത്തം കാണിക്കേണ്ട ഒരു കാര്യം കൂടിയാണിത്. അതുപോലെ തന്നെ നമുക്കിത് ടെക്നിക്സ് ഒക്കെ, ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സ് ഒക്കെ അറിയുന്നവരായിരിക്കണം. എന്തൊക്കെയാണ് ഇനി ഒരു ഫസ്റ്റ് എയ്ഡറുടെ ഡ്യൂട്ടീസ് എന്ന് നോക്കാം. സിറ്റുവേഷൻ നന്നായിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. ഹെൽപ്പിന് നമ്മൾ ആരെങ്കിലുമൊക്കെ വിളിച്ചിരിക്കണം. ഈ മെഡിക്കൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ടെങ്കിലും ആരെങ്കിലും നമ്മൾ വിളിച്ചിരിക്കണം. ഇമ്മീഡിയറ്റ് കെയർ, പെട്ടെന്ന് കൊടുക്കേണ്ട കെയർ ആണ്. ചിലപ്പോൾ ബ്ലീഡിംഗ് ആണ് വന്നേക്കുന്നത്, പെട്ടെന്ന് തന്നെ നമ്മൾ ബ്ലീഡിംഗ് നിർത്താനുള്ള ഒരു കാര്യം ചെയ്യുക. എയർവേസ് ഒക്കെ നന്നായിട്ട് എയർ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ അവരെ, ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഴ്സണെ നമ്മൾ നിർത്തേണ്ടത്. അതുപോലെ തന്നെ CPR കൊടുക്കാൻ ട്രെയിൻഡ് ആയിട്ടുണ്ടെങ്കിൽ CPR കൊടുക്കുകയും വേണം. ഫർദർ ആയിട്ടൊരു ഹാം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്. അൺനെസസറി ആയിട്ടൊരു മൂവ്മെന്റും അവരെ കൊണ്ട്, അതായത് ഇഞ്ചേർഡ് പേഴ്സണെ കൊണ്ട് നമ്മളും എടുക്കരുത്. റീഅഷ്യൂർ ദ വിക്ടിം ആൻഡ് കീപ് കാം, റെഫർ ഫോർ മെഡിക്കൽ ഹെൽപ്പ്, റെക്കോർഡ് ഡീറ്റെയിൽസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ഗിവൻ. എന്തൊക്കെയാണ് റൂൾസ് വരുന്നത്? ഫസ്റ്റ്, ഡു നോട്ട് പാനിക്, സ്റ്റേ കാം, ചെക്ക് ഫോർ ഡേഞ്ചർ ബിഫോർ അപ്രോച്ചിങ്, assess the victim's response, check airway, breathing, സർക്കുലേഷൻ. ഇതാണ് ABC എന്ന് പറയുന്നത്. നന്നായിട്ട് കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്നുണ്ടോ വിക്ടിമിനെ നോക്കുക. ശ്വാസം എടുക്കാൻ അവർക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത്, എയർ സർക്കുലേഷൻ ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. സ്റ്റോപ്പ് ബ്ലീഡിങ് ആൻഡ് കീപ് ദ പേഷ്യന്റ് വാം. ഡു നോട്ട് ഗീവ് ഫുഡ് ഓർ ഡ്രിങ്ക് ടു അൺകോൺഷ്യസ് വിക്ടിംസ്. കോൾ ഫോർ മെഡിക്കൽ ഹെൽപ്പ് ഇമ്മീഡിയറ്റ്ലി.
പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. ഏതൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയേഴ്സ്? ബ്ലീഡിങ് വരുന്നത്, ബോൺസ്, ഫ്രാക്ചർ, ഷോക്ക്, ഷോക്കിംഗ്, സ്നേക്ക് ബൈറ്റ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾക്ക് നമുക്ക് ഫസ്റ്റ് എയ്ഡ് നെസസറി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ ഫസ്റ്റ് എയ്ഡ് എഡ്യൂക്കേഷന്റെ പ്രാധാന്യം എന്താണ്? Help people act quickly and effectively in emergencies, reduces death and injury severity, promotes health and safety awareness, should be part of school and professional training. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കേണ്ടി വരുമ്പോൾ അത് ചെയ്യാനായിട്ട് ഒരാളെ പ്രാപ്തനാക്കുക. അതുപോലെ ഡെത്ത് നിരക്ക് കുറക്കുക, അല്ലെങ്കിൽ ഇഞ്ചുറി എന്തെങ്കിലും വന്നിട്ട് സിവിയറിറ്റി കുറക്കാൻ വേണ്ടിയിട്ട്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അവയർനെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. എപ്പോഴും സ്കൂളിൻ്റെ ഒക്കെ അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്കൂളിലായാലും ഇപ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ ആയാലും ഇത് അറിഞ്ഞിരിക്കേണ്ടത്, അതായത് ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. അതപ്പോൾ സ്കൂളിൻ്റെ ഇപ്പം നമ്മൾ പഠിക്കുന്ന സ്കൂളിൻ്റെ അല്ലെങ്കിൽ സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന വിഷയത്തിൻ്റെ പോലെ തന്നെ നമ്മൾ ഇതിനും പ്രാധാന്യം നൽകിക്കൊണ്ട് നമുക്കൊരു വർക്ക്ഷോപ്സ് ഒക്കെ കുട്ടികൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യും. അത് അവർക്ക് ഭാവിയിലേക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. ഫസ്റ്റ് എയ്ഡ് ഈസ് ഇമ്മീഡിയറ്റ് ആൻഡ് ടെമ്പററി കെയർ ഗിവൺ ഇൻ എമർജൻസീസ്. നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ. ദ മെയിൻ ഗോൾസ് ആർ ടു എന്താണ് അതിന്റെ ഗോൾ എന്ന് പറയുന്നത്? പ്രിസർവ് ലൈഫ്, പ്രിവെന്റ് വേഴ്സണിംഗ് ആൻഡ് പ്രൊമോട്ട് റിക്കവറി. എ ഗുഡ് ഫസ്റ്റ് എയ്ഡർ മസ്റ്റ് സ്റ്റേ കാം, ആക്ട് ക്വിക്കലി ആൻഡ് പ്രൊവൈഡ് റീഅഷുറൻസ്. നമ്മൾ പെട്ടെന്ന് തന്നെ അവർക്കൊരു അഷുറൻസ് കൊടുക്കുക, നമ്മളെല്ലാം ഓക്കെ ആകും എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു അഷുറൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാനുള്ളത്. അസൈൻമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരുന്നതാണ്. That's all for today. Thank you. Have a nice day.